പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരാലംബരായ, അസംഘടിതരായ, ദരിദ്രരായ മനുഷ്യരെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നിൽക്കുവാനായിട്ട് കൈക്കൂലി വാങ്ങി തഴമ്പിച്ച കരങ്ങളും അധാർമികതയുടെ മൂല്യം പ്രസംഗിക്കുന്നവരും ഇന്ന് ഉറഞ്ഞു തുള്ളുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയത്തിലും കേരള സമൂഹത്തിലും കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിജീവനത്തിന് വേണ്ടിയുള്ള ഈ സമരത്തെയും ഈ സമരം നയിക്കുന്നവരെയും ധാർമ്മികമായും അല്ലാതെയും നശിപ്പിക്കുവാനായിട്ട് ധാരാളം പേരെ രംഗത്തിറക്കുന്നുണ്ട്. മാധ്യമ സിൻഡിക്കേറ്റുകൾ, കുത്തക മുതലാളിമാർക്ക് കുഴലൂതുന്ന മാധ്യമ പ്രവർത്തകര്, അതുപോലെ തന്നെ ധാരാളം ഒളിഞ്ഞും തെളിഞ്ഞും ഗുണ്ടകളെ ഇറക്കി ഈ സമരത്തെ ഒരു ആഭാസത്തരമാക്കി മാറ്റുവാനായിട്ടുള്ള ശ്രമം അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഓരോ ദിവസവും കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ സമരത്തെ നയിക്കുവാനായിട്ട് അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന അച്ഛന്മാരെയും അതിന് ആൾബലത്തോടുകൂടി ആ സമരത്തിൽ പങ്കെടുക്കുന്ന മത്സ്യത്തൊഴിലാളികളെയും താറടിച്ച് കാണിക്കുവാനായിട്ട് യാതൊരുവിധ തത്വദീക്ഷയും ഇല്ലാതെ, യാതൊരുവിധ ധാർമ്മികതയും ഇല്ലാതെ, ദേശാഭിമാനി എന്ന പത്രമാധ്യമത്തിൻ്റെ ABCD പോലും അറിയാത്ത, പത്രമാധ്യമത്തിൻ്റെ ധാർമ്മികത പോലും അറിയാത്ത കേരള കൗമുദി, ദേശാഭിമാനി, ന്യൂസ് 18 ചാനലുകൾ ഇന്ന് ഉറഞ്ഞു തുള്ളുന്നത് ഒരുപക്ഷെ അദാനി രംഗത്തിറക്കിയിരിക്കുന്ന പുതിയ കഥാപാത്രങ്ങളായിട്ട് മാത്രമേ കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അദാനി രംഗത്ത് ഇറക്കിയിരിക്കുന്നവര് അധാർമിക മാധ്യമ പ്രവർത്തനം നടത്തുന്നവരാണെന്ന് അസന്ദിഗ്ധമായി തന്നെ ഖേദപൂർവ്വം ഞാനിവിടെ പറയട്ടെ. യാതൊരുവിധ തെളിവുകളുടെ അടിസ്ഥാനവുമില്ലാതെ ചില സാങ്കല്പിക കഥകൾ മെനച്ചുകൊണ്ട് ധാർമ്മികമായി ഒരു ജനതയെ അവരുടെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനായിട്ട് 7 ആവശ്യങ്ങളിലൂടെ ഈ പറയുന്ന ലോകം മുഴുവൻ ഒരു സമരവുമായി മുന്നേറുന്നവരെ തകർത്ത് തരിപ്പണമാക്കി വാങ്ങിക്കൂട്ടിയ കൈക്കൂലികൾക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ വേണ്ടി മാത്രം ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു കൂട്ടം അധികാരവർഗവും അവർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ഒരു കൂട്ടം ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധരുമാണ് ഇന്ന് ഈ അതിജീവന സമരത്തിനെതിരെ അണിനിരന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായി പറയട്ടെ, ഭാരതം ഭരിക്കുന്നത് ഇത്തരം അധാർമികരല്ല. ഭാരതം ഭരിക്കുമ്പോൾ ഭാരതത്തില് ഏതൊരു പൗരനും അവന് വിദേശത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള സ്വത്ത് വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷിക്കുവാനായിട്ട് ഭാരതത്തിന് നല്ല ചട്ടക്കൂടുള്ള, നല്ല കൃത്യമായ വിവരം ലഭ്യമാകുന്ന ധാരാളം രീതികളും മാതൃകകളുമുണ്ട്. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് അനധികൃതമായി സ്വത്ത് ലഭ്യമായി ആ സ്വത്ത് കൊണ്ട് ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ധാരാളം സംഘടനകളെ കേന്ദ്ര സർക്കാർ ദിവസങ്ങൾക്കുള്ളിൽ പിടിച്ചടക്കുകയും നിരോധിക്കുകയും ചെയ്തത്. അങ്ങനെ ഇത്രമാത്രം ഫലപ്രദമായി പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, CBI ഇത്തരം സംഘടനകളുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ വളരെയധികം ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ബാങ്കിങ് ശൃംഖലകളുള്ള ഈ രാജ്യത്ത് ഇവരെയെല്ലാം പറ്റിച്ചുകൊണ്ട് അദാനിക്ക് എതിരായി സമരം ചെയ്യുവാനായിട്ട് വിദേശത്തുനിന്ന് അനധികൃതമായി സ്വത്ത് ലഭ്യമാക്കാൻ സാധിക്കുമെന്നുള്ളത് വിശ്വസിക്കുവാൻ സാധിക്കാത്ത നുണപ്രചരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്ത് നടത്തുന്ന അതിജീവന സമരത്തിന് ആരെങ്കിലും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു, സ്വീകരിച്ചു എന്ന് പറയുന്ന ന്യൂസ് 18 ചാനലിനും, അതുപോലെ തന്നെ ദേശാഭിമാനിക്കും, അതുപോലെ തന്നെ കേരള കൗമുദിക്കും അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളും സമൂഹത്തെ കുറച്ചുകൂടി വിഷലിപ്തമായ അധാർമികതയിലേക്ക് തരം താഴ്ത്തുവാനായിട്ടുള്ള ലക്ഷ്യമുണ്ടെന്ന് തന്നെ പറയട്ടെ. ഇവിടെ ഞാൻ അസന്ദിഗ്ധമായി പറയുന്നു, ഈ ദിവസങ്ങളിൽ കൈരളി ചാനല്, ന്യൂസ് 18 ചാനല് അദാനിക്ക് വേണ്ടി ചെയ്യുന്ന പാദസേവ ഞങ്ങൾ കാണുന്നുണ്ട്. കേരള കൗമുദി എന്ന പത്രവും ദേശാഭിമാനി എന്ന പത്രവും അത് ഏറ്റെടുത്ത് ചൊല്ലുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഞാൻ സ്നേഹപൂർവ്വം ഇവരോട് പറയുന്നതാണ്,
ഈ വളച്ചുകൂട്ടി തയ്യാറാക്കി മാധ്യമങ്ങളിൽ വിളമ്പുന്നതിനോടൊപ്പം ആധികാരികമായ തെളിവുകൾ കൂടി സമർപ്പിച്ചാൽ അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും CBIക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കും ഇത്തരം രീതികളിൽ പണം ലഭ്യമായിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കുവാനും അത് സ്വീകരിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാനും എളുപ്പമായിരിക്കും. അതല്ലെങ്കിൽ ഇത്തരം അധാർമിക പത്രപ്രവർത്തനങ്ങളും അധാർമിക മാധ്യമ പ്രവർത്തനങ്ങളും നടത്തുന്നവര് ഒരല്പമെങ്കിലും ധാർമ്മികതയുടെ അംശം അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾ തിരുത്തുവാനും സമൂഹത്തിന് മുന്നിൽ നിങ്ങൾ വരുത്തി വെച്ച തെറ്റിദ്ധാരണകൾ തിരുത്തുവാനും തയ്യാറാകണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. സമരസമിതി നേരിട്ടോ അല്ലാതെയോ വിദേശത്തിൽ നിന്ന് അനധികൃതമായിട്ട് യാതൊരുവിധ സ്വത്തും സ്വീകരിച്ചിട്ടില്ല എന്ന് സംശയലേശമന്യേ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. മറിച്ച് ന്യൂസ് 18 ഒരു ധാർമ്മികതയുള്ള ചാനലാണെങ്കിൽ, അതല്ലെങ്കിൽ കൈരളി ധാർമ്മികതയുള്ള ചാനലാണെങ്കിൽ തെളിവുകൾ സഹിതം ഇത് വ്യക്തമാക്കണം. പൊതുജനത്തിന്റെ തെറ്റിദ്ധാരണ മാറ്റുവാനായിട്ട് നിങ്ങൾ എപ്പോഴും വിളിച്ചു പോകുന്ന പാതിരിമാര് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഭാരതത്തിന്റെ നിയമങ്ങളെ അനുസരിക്കുന്ന, ഭാരതത്തിന്റെ നിയമസംഹിതയെ അതുപോലെ സ്വീകരിക്കുന്ന പൗരന്മാരാണ്. ഞങ്ങളും പറയുന്നു, അത്തരത്തിലേതെങ്കിലും വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിദേശത്തു നിന്ന് ആരെങ്കിലും പണങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെ കടമയും ഉത്തരവാദിത്വമാണ്. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ സഹായിക്കേണ്ട കടമ എല്ലാ പൗരന്മാർക്കും ഉള്ളതുപോലെ ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങളത് നിർവഹിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് കറകളഞ്ഞ ധൈര്യത്തോടും ആധികാരികമായ ഉറപ്പോടും കൂടി ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു, മാധ്യമങ്ങളിൽ വിഴിഞ്ഞം സമരത്തില് വിദേശ സഹായം ലഭ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞു പരത്തുന്ന വാർത്തകൾ തികച്ചും അസത്യങ്ങളും ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരത്തെ തകർക്കുവാനായിട്ട് കരുതിക്കൂട്ടി തയ്യാറാക്കി പുറപ്പെടുവിച്ചിരിക്കുന്ന തിരക്കഥകൾ മാത്രവുമാണ്.